കല തലക്കേറിയ രാഷ്ട്രീയം പോലെ തന്നെ സിനിമ കണ്ടുകൊണ്ടിരിക്കും എല്ലാ തിയേറ്ററുകളിലും. എപ്പോഴും ഒരു ദിവസം 3-4 സിനിമകൾ കാണും. അഭിനയിക്കണമെന്നുള്ളൊരു ജ്വരം. ഒരു ചൂരല് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, സിനിമ കണ്ടുവരുമ്പോൾ അടിക്കാൻ വേണ്ടി. പോയിരുന്നപ്പോൾ അങ്ങനെ ഒരു ഭ്രാന്ത് മൂത്താണ് സിനിമ, ആ കല എന്നുള്ള ഇതിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ സാധനത്തിലൊക്കെ കല്ലെറിയാനും ഇതിനുമൊക്കെ നടന്നിരുന്നു. സിനിമയിൽ വന്നപ്പോൾ ഞാൻ ആ രാഷ്ട്രീയമൊക്കെ ചുരുക്കി. അപ്പനെതിരെ വേറൊരാൾ സ്ഥാനാർത്ഥിയായിട്ട് അപ്പോൾ ഞാൻ അയാൾക്ക് വേണ്ടി വോട്ട് പിടിച്ച് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. നാളെ പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറെ ആൾക്കാരെ കിട്ടുമ്പോൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകും. സിനിമ അതാണ്. സിനിമയിൽ നടന്നപ്പോൾ നഷ്ടങ്ങളുടെ പട്ടിക കുറേ വന്നു. കാർണിവൽ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി പോയപ്പോൾ പുള്ളി എന്നെ തെറി പറഞ്ഞു. സിനിമയിൽ മൂതാമുറ, കൺഗ്രാജുലേഷൻ, അനിതാ മേനോൻ, കാസർഗോഡ് കാതർബായ്, ചാഞ്ചാട്ടം, കുറെ ഇരിക്കും എം ടി അവത്തുണ്ട്. ഈ PG യുടെ പടത്തിൽ തന്നെ അഭിനയിപ്പിച്ചു. അവസാനം അവരുടെയൊക്കെ മുമ്പിൽ നമ്മുടെ പ്രയത്നം കൊണ്ട് ആയല്ലോ. 7 ആർട്സ് മോഹന്റെ അടുത്താണ് ഒരു ലെറ്റർ തന്നത്. ആര്? ഈ ഭാവിത്ര ചേമാർ, ഈ വരുന്ന ജോസിന് ഒരു വേഷം കൊടുക്കണം. പല പ്രൊഡ്യൂസർമാരാണ് നമ്മളെ സഹായിക്കുന്നത്. 15 കോടിയും 20 കോടിയും 50 കോടിയൊക്കെ പറയുമ്പോൾ പല പ്രൊഡ്യൂസർമാരും പൈസ കൊടുത്തിട്ട് ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. പല പ്രൊഡ്യൂസർമാരെ വീട് വിറ്റ ചരിത്രങ്ങളുണ്ട്. പലരും വീട് വിട്ടിട്ടുണ്ട്, ജപ്തി വന്നവരുണ്ട്. ഇവരൊന്നും ആരും കാണില്ല മലയാള സിനിമയിൽ. ഇപ്പോൾ 110 സിനിമകളോളം ചെയ്തു. മഞ്ജു വാര്യർ അഭിനയിച്ച ഇന്നലകളില്ലാതെ, അങ്ങനെ കുറെ പടങ്ങൾ, കല്ലുകൊണ്ടൊരു പെണ്ണ്. ഞാൻ ചെയ്ത പടങ്ങളിലെ പ്രൊഡ്യൂസർമാരെ എപ്പോഴും ഞാൻ വിളിക്കുന്നുണ്ട്. ഒരു 10 വർഷമായിട്ട് മൂത്രക്കുഴൽ സംബന്ധമായ അസുഖം. അപ്പോൾ പലരും പറഞ്ഞു, ജോസിന് ഇനി ആരും വിളിക്കൂല്ലോ കേട്ടോ. ഞാൻ എഴഞ്ഞാണെങ്കിലും ഞാൻ വർക്ക് ചെയ്യും. ഞാൻ പറഞ്ഞു, വന്നോടത്ത് വെച്ച് കാണാം, നാളെ മരിച്ചോട്ടെ. ആശുപത്രി പോവും, 8 മാസം കൂടുമ്പോഴേക്കും ഓപ്പറേഷൻ ചെയ്യും. അങ്ങനെ 17 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ശരി, എനിക്ക് 3 പടങ്ങൾ ഇപ്പോൾ വരാൻ പോകുന്നുണ്ട്. ആ 3 പടങ്ങൾ ഞാൻ ചെയ്യാൻ വേണം, നല്ല മാനേജർ വെച്ചിട്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഹിറ്റായ 2 പടങ്ങൾ ചെയ്തിരുന്നു. രാജകന്യക, ഈ വലയം, അത് 50 ദിവസത്തോളം ഓടി. 110 പടത്തിൽ 10-25 പടത്തിന്റെ പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. കല എന്നുള്ള ഇത് നമ്മുടെ ജീവിത അവസാനം വരെ ഉണ്ടാവും. ഒരു വർഷത്തിൽ വെറുതെ നിൽക്കാൻ പറ്റൂലല്ലോ. അപ്പൊ നമ്മൾ ചെറിയ പടങ്ങളും മീഡിയം പടങ്ങളും ചെയ്യും. 2026 വലിയ 2-3 പടങ്ങളിലെ ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. ടോബിനോ എന്റെ പടത്തിലാണ്, പ്രഭുവിന്റെ മക്കൾ എന്ന് പറഞ്ഞ പടത്തിലാണ് ഫസ്റ്റ് വന്നത്. പ്രൊഡ്യൂസർ, ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ ഐക്യമായിട്ട് തന്നെ വന്നു. ബാങ്ക് ബാലൻസ് ഇല്ല, പക്ഷെ ഒരു സന്തോഷമുണ്ട്. നമുക്കും ഒരു കാലഘട്ടം വരുമെന്ന് നമ്മൾ വിശ്വസിക്കണം. നമസ്കാരം, JC സ്റ്റുഡിയോയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഏകദേശം 10-30 വർഷത്തിന് മേലെയായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരു 30 വർഷമായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, ഈ 30 വർഷത്തിന് മേലെയായിട്ട് മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്ന മമ്മൂക്ക, ലാലേട്ടൻ തുടങ്ങിയവരുടെയൊക്കെ പരിചയക്കാരൻ, അത്രയും അടുപ്പമുള്ള ഒരാൾ. ഞാൻ പിന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മളോട് പറയുന്നതായിരിക്കും. പേരും കൂടി ഞാൻ പറയാം. ഞങ്ങളെല്ലാവരും സ്നേഹത്തോടു കൂടി ജോസേട്ട എന്ന് വിളിക്കുന്ന ജോസ് വരാപ്പുഴയാണ് ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. ജോസേട്ട നമസ്കാരം. കുറേ കാലമായല്ലേ? അതെ. ഇതുവരെ എത്ര ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്? ഒന്നും കൊടുത്തിട്ടില്ല. കണ്ടാ, ഈ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വർക്ക് ചെയ്യുന്നു, പ്രൊഡക്ഷൻ മാനേജറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്, എക്സിക്യൂട്ടീവായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. കേത്ത മേഖലകൾ തന്നെ ഇല്ലയെന്ന് പറയാം. അത്യാവശ്യം സീരിയല്, പിന്നെ ഷോർട്ട് ഫിലിം, പരസ്യങ്ങൾ എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മമ്മൂക്ക, ലാലേട്ടൻ എന്നിവരുടെ കൂടെ അവരെ ഇപ്പോഴും ഞങ്ങൾ ഇന്നിപ്പോൾ സംസാരിച്ച കാര്യമുണ്ട്. മമ്മൂക്ക വരെയും കണ്ടാൽ പറയും, ജോസേ എന്തുണ്ട് എന്ന് ചോദിക്കാൻ അത്രത്തോളം ബന്ധമുള്ള ഒരാളാണ് ജോസേട്ടാ. എന്തുകൊണ്ടിട്ടാണ് ജോസേട്ടാ, എങ്ങനെയാണ് മലയാള സിനിമയിലേക്കുള്ള 30 വർഷമായില്ലേ ഇപ്പോൾ? അതെ. ആ 30 വർഷങ്ങൾക്ക് മുന്നേ മലയാള സിനിമയിലേക്ക് എങ്ങനെയായിരുന്നു ഒരു എൻട്രി കിട്ടിയത്? എൻ്റെ വരവെന്ന് പറഞ്ഞാൽ, എനിക്ക് സാമ്പത്തികമായിട്ട് കാരണന്മാർക്ക് 3 റേഷൻ കട, ഒരു സോഡാ കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ കല തലക്കേറിയ രാഷ്ട്രീയം പോലെ തന്നെ അതിനകത്ത് ഇങ്ങനെ അഭിനയിക്കണ ഇതും കണ്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കും എല്ലാ തിയേറ്ററുകളിലും. എപ്പോഴും അവിടെ 2 തിയേറ്റർ ഉണ്ടായി. ദുർഗ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഡേവിസ് തിയേറ്റർ വരാപ്പുഴയിൽ. അവിടെ മാത്രമല്ല, പുറത്ത് എറണാകുളം മേനക, അന്ന് ആ കാലത്ത് മേനക, സരിതയൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ദിവസം 3-4 സിനിമകൾ കാണും. സിനിമയാണ് ഒരാഴ്ചയിൽ ഒരു ഞായറാഴ്ച ദിവസം 4 സിനിമകളൊക്കെ കണ്ടിട്ടു. അങ്ങനെ ഹരമായിട്ട് ഇങ്ങനെ വന്നപ്പോൾ സിനിമയിൽ എന്തെങ്കിലും അഭിനയിക്കണമെന്നുള്ളൊരു ജ്വരം വന്നു. അങ്ങനെ വന്നു. എത്രാമത്തെ വയസ്സിലായിരുന്നു അത്? അതൊരു 24 വയസ്സിൽ. ഓക്കെ. യൗവനം തുളുമ്പി നിൽക്കുന്ന സമയം. അതെ. റേഷൻ കടയിൽ ശനിയാഴ്ച ദിവസം ഈ കണക്കിൽപ്പെടാത്ത ബില്ലുകൾ എഴുതുന്നു. അന്ന്
അവിടെ നിന്ന് 1000 രൂപ പെറുക്കി എടുക്കും. അത് കൊണ്ടുപോയി ഇങ്ങനെ അലഞ്ഞ് നടക്കും. ഒരു ഈ റേഷൻ കടയിൽ കണക്കിൽപ്പെടാത്തെന്ന് പറയുമ്പോൾ അതൊരു വിഷയമായിട്ട് മാറുന്നില്ലല്ലോ. ഇല്ല, കണക്കിൽപ്പെടാത്തതെന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ദിവസങ്ങളിലാണ് ആ കാലഘട്ടത്തിൽ ബില്ലുകളൊക്കെ എഴുതണം. കൂടുതൽ ബില്ലുകൾ കണക്കിൽ പെടുത്താൻ പറ്റൂലല്ലോ. ആ പൈസ പോക്കറ്റിൽ എടുത്തുകൊണ്ട് നമ്മൾ സിനിമക്ക് വേണ്ടി ഇങ്ങനെ നടക്കും. ഒരു സിനിമ രാഷ്ട്രീയം പോലെ സിനിമ പ്രാന്താണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് സിനിമ കണ്ട് ഒരു ഷോടാ കട ഉണ്ടായപ്പോൾ എല്ലാ സമയത്തും വൈകിട്ട് മാറ്റിന് ഷോ ശമ്പളക്കാരുണ്ട് അവിടെ, അവരുടെ കൂടെ സിനിമ കാണാൻ പോകും. ഒരു ചൂരൽ മേടിച്ച് വെച്ചിട്ടുണ്ട് കാർന്നൂര്, ഒരു സിനിമ കണ്ടുവരുമ്പോൾ അടിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ കുപ്പി കഴുകേണ്ട സമയത്ത് കുപ്പി കഴുകാതെ തിയേറ്ററിൽ പോയി 6 മണിക്ക് ഇരിക്കുമ്പോൾ ആ ചൂരല് തിലകഞ്ചേട്ടൻ അടിക്കുന്ന പോലെ വന്ന് അടിക്കുമ്പോൾ പിന്നെ ആവേശം മൂക്കിയാണ് ഈ സിനിമയോട്. അങ്ങനെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടിനെ പുറത്ത് കടത്തും. അമ്മ വിളിച്ചിട്ട് ഒളിവിളി ഓർമ്മകളെന്ന് പറഞ്ഞ പോലെ ചോറ് തരും. പിറ്റേ ദിവസം കാലത്ത് മുമ്പിൽ നിന്നോ വഴക്ക് പറഞ്ഞിട്ട് പിറ്റേ ദിവസവും റേഷൻ കടയിൽ സോഡക്കടയിലും ഒക്കെ പോകും ഞാൻ. ആ പോയിരുന്നപ്പോൾ അങ്ങനെ ഒരു ഭ്രാന്ത് മൂത്താണ് സിനിമ ആ കല എന്നുള്ള ഇതിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ നഷ്ടങ്ങളുടെ പട്ടിക കുറേ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ ഈ പൊളിറ്റിക്കലൊക്കെ ആയിട്ട് അന്ന് SFI എന്ന് പറഞ്ഞ സാധനത്തിലൊക്കെ കല്ലെറിയാനും ഇതിനുമൊക്കെ ആ കാലഘട്ടത്തിൽ നടന്നിരുന്നു. പിന്നീട് സിനിമയിൽ വന്നപ്പോൾ ഞാൻ ആ രാഷ്ട്രീയമൊക്കെ ചുരുക്കി. ആ കാലഘട്ടത്തിൽ തന്നെ അപ്പൻ ഇലക്ഷന് നിന്നപ്പോൾ അപ്പനെതിരെ വേറൊരാൾ സ്ഥാനാർത്ഥിയായിട്ടപ്പോൾ ഞാൻ അയാൾക്ക് വേണ്ടി വോട്ട് പിടിച്ച് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ഏലൂർ ഭാഗത്ത് TCCയിൽ ആൽബ്രട്ട് എന്ന് പറയും, JC സാറിൻ്റെ അനിയൻ ആൽബ്രട്ട് CATൻ്റെ ഒരാളായിരുന്നു. എന്നെ അവിടെ കോൺട്രാക്ട് പണിക്ക് ഞാൻ തോറ്റു കൊടുക്കില്ല എന്നുള്ള വിധത്തിൽ കോൺട്രാക്ട് പണിക്ക് അവിടെ പോയി പലരുമായിട്ടും വെച്ചു. അങ്ങനെയാണ് ഈ ഹുസൈൻ കോയ എന്ന് പറഞ്ഞ ആളെ അവിടെ വെച്ച് നമുക്ക് കിട്ടണം. അങ്ങനെ അവിടെ പുള്ളി നാടകം കളിച്ച് കിടക്കുമ്പോൾ ഞാൻ ആ ഭാഗങ്ങൾ വീട്ടിൽ കയറ്റുന്നില്ലല്ലോ, ഓഡി ക്വാർട്ടേഴ്സിലും മറ്റേ അപ്പം എനിക്ക് എല്ലാവരും ഇപ്പം ജീവിച്ചിരിക്കുന്ന പല രാഷ്ട്രീയക്കാരെയും എല്ലാവരും എനിക്കറിയാം. പക്ഷെ അതിൽ ഹുസൈൻ കോയ മാത്രം ഞാൻ അന്നൊന്നും ഇത് ചെയ്യുന്നുണ്ട്. പലരും കൊഴിഞ്ഞു പോയെങ്കിലും മറ്റുള്ളവരോട് എനിക്ക് ആ ബന്ധമൊന്നുമില്ല. ആ ഹുസൈൻ കോയനോട് മാത്രം ഏലൂർ ചെല്ലുമ്പോൾ അവിടെ ചെന്നാൽ ഞാൻ അപ്പം തന്നെ വിളിക്കും, ഇന്നാണ് സംഗതി, അല്ല ഇന്നാണ് പടം വന്നുണ്ട്, ചിലപ്പോൾ നടക്കും, സിനിമയാണ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നടക്കും. ഇന്നിപ്പോൾ കാര്യം കൊണ്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിനിമയുടെ ഒരു ഡയറക്ടർ എന്നെ വിളിച്ച് ജാൻ ശ്രീനിവാസൻ്റെ ഡേറ്റ് വേണം, അതിന് കഥ കേൾപ്പിക്കാൻ. ഞാൻ എന്നിട്ട് വിളിച്ചു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞ ആ പുള്ളിനോട് ഹുസൈൻ കോയക്ക് കൊടുക്കുക അറിയാം, ഹുസൈൻ കോയനെ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ പറഞ്ഞു അതിനകത്ത് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ സിനിമ അങ്ങനെയാണ്, എനിക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. എന്നെ നാളെ പ്രൊഡക്ഷൻ കണ്ടോളെന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറെ ആൾക്കാരെ കിട്ടുമ്പോൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകും. സിനിമ അതാണ്, എന്നെ സങ്കടപ്പെട്ടിട്ടല്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ സിനിമയിൽ നടന്നപ്പോൾ നഷ്ടങ്ങളുടെ പട്ടിക കുറേ വന്നു. ജീവിതത്തിലുള്ള റേഷൻ കട പോയി, ശമ്പളക്കാരുടെ അത് നോക്കാറായി, ഈ സോഡാക്കട പോയി. പിന്നെ കലയെന്നുള്ള അതിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി വന്നപ്പോൾ PG വിശ്വംഭരൻ്റെ കാർണിവൽ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി പോയപ്പോൾ പുള്ളി എന്നെ ആ കാലഘട്ടത്ത് എന്നെ തെറി പറഞ്ഞു. രാത്രി ലൈറ്റ് ഔട്ടിൽ ഞാനും വേറൊരു പയ്യനും കൂടി പോയാണ്. ഞാൻ സങ്കടപ്പെട്ട് ഗുരുവായൂർ അമ്പലത്തിനവിടെ ഞാനും ഒരു പയ്യനും ഉണ്ടായിരുന്നു. അവിടെ കടന്ന് കൊതുക് കയടിക്കൊണ്ട് അവിടെ കുളിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് ആ കാലഘട്ടത്ത് അമ്പലത്തിലൊന്നും ഇങ്ങനെ ക്രിസ്ത്യൻ ആൾക്കാരെ കയറ്റാൻ പാടില്ല എന്നുള്ളൊരു ഇതുണ്ടല്ലോ അന്ന് ആ കാലഘട്ടത്തിൽ. ഞാൻ മുങ്ങി കുളിച്ച് വന്നപ്പോൾ എൻ്റെ പേര് വിളിച്ചു. ഞാൻ അപ്പം തന്നെ അങ്ങോട്ട് താഴത്തോട്ട് മുങ്ങി. അപ്പം അങ്ങനെയുള്ള അനുഭവം അന്ന് പേടിക്കണമല്ല കാലഘട്ടം, 90 കാലഘട്ടം. അപ്പോൾ അന്നൊക്കെ ആ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് എങ്ങനെയായാലും പിടിച്ചു കയറണം എന്നുള്ളത്. അപ്പോൾ സിനിമയിൽ മൂതാമുറ, കൺഗ്രാജുലേഷൻ അനിതാ മേനോൻ, കാസർഗോഡ് കാദർബായ്, ചാഞ്ചാട്ടം, കുറേ ഇരിക്കും MT അവത്തുകൊണ്ട് ഈ PGയുടെ പടത്തിൽ എന്നെ അഭിനയിപ്പിച്ചു. അവസാനം വേറൊരു പടത്തിൽ ഇതൊക്കെ അഭിനയിച്ചു. അപ്പോൾ എനിക്കൊരു വാശി തോന്നി. ഈ PGയുടെ മുന്നിലെ കസേരയിൽ തന്നെ ഒരു പ്രൊഡക്ഷൻ മാനേജറായിട്ട് വന്നു. അപ്പോൾ എനിക്കിതെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ നഷ്ടപ്പെട്ടാലും എനിക്ക് ഒരു മനസ്സിലൊരു സന്തോഷമുണ്ട്. നമ്മൾ അവരുടെയൊക്കെ മുമ്പിൽ നമ്മുടെ പ്രയത്നം കൊണ്ട് ആയല്ലോ. പലരും ഓടിച്ചപ്പോഴും അന്ന് സഹായിച്ചവരിൽ ഒരാൾക്കാരാണ് 7 ആർട്സ് വിജയകുമാർ, ഭാവചിത്ര ജയകുമാർ, ജൂബിലി ജോയ് സാറ്, സൈമൺ പാറക്കൽ, രാജു ഞാറക്കൽ, പീറ്റർ ഞാറക്കലിൻ്റെ അനിയൻ, അങ്ങനെ കുറേ ഗിരീഷ് വൈക്കം, 7 ആർട്സ് മോഹൻ. 7 ആർട്സ് മോഹൻ്റെ അടുത്താണ് ഒരു ലെറ്റർ തന്നത്. ആര്? ഈ ഭാവചിത്ര ജയകുമാർ ഈ വരുന്ന ജോസിന് ഒരു വേഷം കൊടുക്കണം ഈ 3-ാം മുറയിൽ. ആ ലെറ്റർ മോഹനേട്ടന് കൊടുത്തപ്പോൾ പോലീസ് വേഷം ചെയ്ത് 8 ദിവസം കഴിയുമ്പോൾ സിനിമ വന്നപ്പോൾ ഇല്ല. അപ്പോൾ ആ പുള്ളിയുടെ പടത്തിൽ തന്നെ വേറൊരു പ്രൊഡ്യൂസർ റെക്കമെൻഡ് ചെയ്തപ്പോൾ ക്രൈം ഫയൽ എന്ന് പറഞ്ഞ സിനിമയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് ഭാഗ്യം കിട്ടി. ആര്? ഈ 7 ആർട്സ് മോഹൻ്റെ. അതുപോലെ ഗിരീഷ് വൈക്കം, രാജു ഞാറക്കൽ, പീറ്റർ ഞാറക്കലിൻ്റെ അനിയൻ, അങ്ങനെ വിജയകുമാർ, ഏറ്റുമാനൂർ, വലിയ ഭരതൻ സാറിൻ്റെ പടങ്ങൾ ചെയ്യണം. അങ്ങനെ ഓരോ ഇതും കിട്ടിയതെന്ന് പറഞ്ഞാൽ പല പ്രൊഡ്യൂസർമാരാണ് നമ്മളെ സഹായിക്കണം. പല പ്രൊഡ്യൂസർമാരെന്ന് പറഞ്ഞാൽ അവരുടെ ബഡ്ജറ്റ് ഞാൻ എപ്പോഴും കാണുന്നത് ഡയറക്ടറും ഇതൊന്നുമല്ല വലുത്. ഒരു പ്രൊഡ്യൂസർ വന്നാലേ ഒരു സിനിമ ഉണ്ടാവുള്ളൂ. പ്രൊഡ്യൂസർ വന്നാൽ ഡയറക്ടർ ഉണ്ടാവും, സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടാവും, ക്യാമറമാൻ ഉണ്ടാവും, ടെക്നീഷ്യർക്ക് ഒരു ജീവിതം കിട്ടും, അങ്ങനെ കിട്ടുള്ളൂ.
അല്ലാതെ അവരെ തള്ളി പറഞ്ഞ ഞാൻ ഇന്നും സിനിമയിൽ കാണണമെന്ന് പറഞ്ഞ പ്രൊഡ്യൂസർമാരാണ് വലുത്. അതിൽ കൂടുതൽ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും വരുമ്പോൾ ആ സംഭവം ഉണ്ടാക്കുന്നതിൻ്റെ അത് അവരാണ്. പ്രൊഡ്യൂസർ പൈസ കൊടുക്കിയിട്ടില്ല. പക്ഷേ ഇന്ന് കാണുന്നത് പലതിനും 15 കോടിയും 20 കോടിയും 50 കോടിയൊക്കെ പറയുമ്പോൾ പല പ്രൊഡ്യൂസർമാരും പൈസ കൊടുത്തിട്ട് എപ്പിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഈ പൈസയുടെ കണക്കൊന്നും ശരിക്കുമില്ല. അവർ പടം പൊട്ടി പോകുമ്പോൾ അതങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നും പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ ബാധിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥമായിട്ട് അവരാണ് മുൻപന്തിയിൽ ആ പ്രൊഡക്ഷൻ കണ്ടുകൊണ്ട് കൂടെ നിൽക്കേണ്ടത്. പല പ്രൊഡ്യൂസർമാരെ വീട് വിറ്റ ചരിത്രങ്ങളുണ്ട്, പലരും വീട് വിറ്റിട്ടുണ്ട്, ജപ്തി വന്നവരുണ്ട്. ഇവരൊന്നും ആരും കാണില്ല മലയാള സിനിമയിൽ. അപ്പം ഞാനിപ്പോൾ 110 സിനിമകളോളം ചെയ്തു. അതിനൊരു 30 പടങ്ങളോളം ഞാൻ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ആ കാലഘട്ടത്തിൽ ജോർജ് കിത്തുവിൻ്റെ മഞ്ജു വാര്യർ അഭിനയിച്ച ഇന്നലകളില്ലാതെ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ കുറേ പടങ്ങൾ, കല്ലുകൊണ്ടൊരു പെണ്ണ്, അതൊക്കെ സൂപ്പർ ഹിറ്റായ പടങ്ങളാണ്. അത് ഞാൻ നമ്മളിപ്പം പറയില്ല ഞാൻ വലിയ ആളാണെന്ന് ഞാൻ പറയണില്ല. സിനിമ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും വന്നാൽ മാത്രമേ അത് വിജയിക്കുള്ളൂ. സ്ക്രിപ്റ്റിലാണ് ഏറ്റവും വലിയത്. അത് ഡയറക്ടറും കൂടി ഒത്തുചേർന്ന് ആ ക്യാമറമാനായിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടെക്നീഷ്യന്മാർ എങ്ങനെയും വരും, അത് വന്നു പോകും, അതിന് കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു നടത്തിപ്പുകാരൻ എന്നുള്ള നിലയിൽ ഞാൻ അനുഭവിച്ച കുറേ ബുദ്ധിമുട്ടുകൾ ആരും എനിക്ക് ആ കാലഘട്ടത്തും ഈ കാലഘട്ടത്തും റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന ചില പ്രൊഡ്യൂസർമാർ ഇപ്പോഴും പറയും ആ മണി എവറസ്റ്റ് മണി എന്ന് പറഞ്ഞ പഴയ എവറസ്റ്റിൻ്റെ പ്രൊഡ്യൂസറാണ്. അങ്ങനെ കുറേ ആൾക്കാർ നമ്മളിപ്പോഴും പിന്താങ്ങുന്നുണ്ട്. അവർ തന്നെ വിളിക്കും, ഇടക്കിടക്ക് വിളിക്കും, ഞാനും അങ്ങോട്ട് വിളിക്കും. ഇന്നും ഞാൻ സെമിനാർട്സ് വിജയകുമാർ സാറിനെ വിളിച്ചു. പലരും മറന്നുപോയി ആ പുള്ളിയുടെ പടങ്ങളൊക്കെ ചെയ്ത് ആനക്കൊമ്പത്തിരുന്ന് വെച്ചാൽ പല ആൾക്കാരും വിളിക്കാറില്ല. അപ്പോൾ ഇന്ന് അയാൾ വിളിച്ചപ്പോൾ പറയണം സന്തോഷമുണ്ട് കേട്ടോ ജോസിന് എനിക്കൊന്നും തരാൻ കഴിഞ്ഞിട്ടില്ല പടം, പക്ഷേ ഈ വിളി ഭയങ്കര ഇതാണ്. അത് പിന്നെ അന്ന് തൊട്ട് അയാളുടെ ആ പ്രൊഡ്യൂസറുടെ പടം ചെയ്ത അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ചെയ്ത പടങ്ങളിലെ പ്രൊഡ്യൂസർമാരെ എപ്പോഴും ഞാൻ വിളിക്കും. എന്താണ് അവരുടെ ബുദ്ധിമുട്ട്, എന്താണ് കഷ്ടപ്പാട്, ജീവിച്ചിരിക്കുന്നുണ്ടോ, അവർക്ക് അസുഖം വന്നിട്ടുണ്ടോ, അതിന്ന് പലരും നോക്കാറില്ല. ഒരേ വഴികളാണ് വന്ന വഴികളെന്ന് പറഞ്ഞാൽ നാളെ ഒരു വർക്ക് കിട്ടുമ്പോൾ വേറെ വഴി, അടുത്ത വഴി കഴിയുമ്പോൾ വേറെ വഴി. പക്ഷെ ഞാനത് നോക്കാറില്ല. അവരാണ് ഏറ്റവും വലിയ നട്ടലുള്ള പ്രൊഡ്യൂസർമാരില്ലെങ്കിൽ സിനിമയില്ല. ഡയറക്ടറും സ്ക്രിപ്റ്റും ക്യാമറയും വരികയാണെങ്കിലും മലയാള ഇൻഡസ്ട്രിയിൽ ഇത് രക്ഷപ്പെടണം. എന്നാൽ അങ്ങനെയാണ്. അപ്പം നഷ്ടങ്ങളുടെ പട്ടികൾ എനിക്ക് ഒരു ഇതല്ല. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി എനിക്ക് അസുഖങ്ങൾ വന്നിട്ടുണ്ട്. ഒരു 10 വർഷമായിട്ട് മൂത്രക്കുഴൽ സംബന്ധമായ അസുഖം. അപ്പോൾ പലരും പറഞ്ഞു ജോസിന് ഇനി ആരും വിളിക്കില്ല കേട്ടോ, അസുഖമായത് കാരണം സിനിമ വിളിക്കും. ഞാൻ പറഞ്ഞു ഞാൻ ഇഴഞ്ഞാണെങ്കിലും ഞാൻ വർക്ക് ചെയ്യും 2 മാനേജർമാരെ വെച്ച്. അതെൻ്റെ ഒരു കലയോടുള്ള ഇതാണ്. ഇഴഞ്ഞ് ജീവിച്ചാലും ഞാൻ ജീവിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നോടത്ത് വെച്ച് കാണാം, നാളെ മരിച്ചോട്ടെ. പക്ഷേ കല നമ്മുടെ മനസ്സിലൊരിതാണ്. ആ കല എന്ന് പറഞ്ഞത് ഒരു ദൈവിക ശക്തിയാണ്. ആ കല എന്നും നിലനിൽക്കുന്നതോടെ ഞാനും നിലനിൽക്കും. എനിക്ക് മരണമൊന്നും എനിക്ക് പേടിയല്ല, എനിക്ക് അസുഖമൊന്നും ഇല്ല എന്ന് പറയാം. അപ്പോൾ ഞാൻ ആശുപത്രിയിൽ പോവും, 8 മാസം കൂടുമ്പോഴേക്കും ഓപ്പറേഷൻ ചെയ്യും. അങ്ങനെ 17 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ശരീരം. അപ്പം ഞാനതൊന്നുമില്ല, അതിൻ്റെ ക്ഷീണവും ഇതൊക്കെ ഉണ്ട്. പക്ഷേ സങ്കടങ്ങൾ ആരോടും പറയാറില്ല. പക്ഷേ ഇൻ്റർവ്യൂ പോലും അത് പറയാൻ പാടില്ല. ആൾക്കാർ വിചാരിക്കും അയാൾക്ക് അയ്യോ വയ്യാത്ത ആളല്ലേ വെക്കണ്ടേന്ന് അങ്ങനെ പറയും. അതും വരില്ല. എനിക്ക് 3 പടങ്ങൾ ഇപ്പോൾ വരാൻ പോകുന്നുണ്ട്. ആ 3 പടങ്ങളും ഞാൻ ചെയ്യാൻ വേണം നല്ല മാനേജർ വെച്ചിട്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ ഹിറ്റായ 2 പടങ്ങൾ ചെയ്തിരുന്നു. രാജകന്യക, ഈ വലയം, അത് 50 ദിവസത്തോളം ഓടിയാണ്. അതിൻ്റെ പുറത്ത് ഞാൻ ആ സിനിമ ഇറങ്ങിയിട്ട് 50 ദിവസം തിയേറ്ററിൽ അലഞ്ഞ് പല ആൾക്കാരെ കയറ്റാനും അവരെ കൊണ്ടുവന്ന് കാണിക്കാനൊക്കെ. അത് ആ പ്രൊഡ്യൂസറിന് ഒരു 5 പൈസ കിട്ടണമല്ല. അതാണ് നമ്മൾ ഏത് സിനിമ ചെയ്താലും അവരുടെ കൂടെ എപ്പോഴും നിൽക്കും അവസാനം വരെ. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രിൻ്റ് പുറത്ത് വന്നു കഴിഞ്ഞ് തിയേറ്ററിൽ ഓടിക്കഴിഞ്ഞാൽ ഞാൻ അവരുടെ പുറകെ ഓടുന്നുണ്ട്. അതിൽ ചിലത് പോയില്ല. പിന്നെ ഈ 110 പടത്തിൽ 10-25 പടത്തിൻ്റെ പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് സങ്കടമില്ല. അവർ പൊട്ടിപ്പോയി, പണം പോയി, അവരോട് നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് സ്ഥിതി ഇപ്പോഴത്തെ. ഇപ്പോൾ മലയാള സിനിമയിൽ ഇപ്പോഴും ഞാൻ മുന്നിട്ട് കയറാൻ ഒരു കൊച്ചുകുട്ടികളുടെ മനസ്സ് വെച്ച് ഇപ്പോഴും വീയാണ്. അപ്പോൾ ഹുസൈൻ കോയ പറഞ്ഞു നഷ്ടപ്പെടുവാനൊന്നുമില്ല, കൈവിലങ്ങളില്ല എന്ന് പറഞ്ഞാൽ നഷ്ടമാണ് നമുക്കുണ്ടെങ്കിലും പക്ഷേ വിജയമാണ് നമ്മുടെ കല എന്നുള്ളത് നമ്മുടെ ജീവിത അവസാനം വരെ ഉണ്ടാവും. ജോസേട്ടാ 30 വർഷത്തെ മലയാള സിനിമയിലെ എക്സ്പീരിയൻസ് ഇപ്പം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ പോലും ഞാൻ ചോദിക്കുന്നത് മലയാള സിനിമയിൽ തൻ്റെതായ ഒരു ഇരിപ്പിടം ജോസേട്ടൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം. ഞാൻ ഒരിക്കലും ഇല്ലെന്ന് പറയല്ല. അതെൻ്റെ തെറ്റിദ്ധാരണയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ജോസേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജോസേട്ടൻ ഇടിച്ച് കയറി ചെയ്യണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ജോസേട്ടൻ ഭയങ്കര സൈലൻ്റായിട്ട് നിൽക്കുക, സൈലൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക, ആ ഒരു മൈൻഡിലാണ് ജോസേട്ടൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെതായ ഒരു നല്ലൊരു പ്രൊജക്റ്റ് ജോസേട്ടൻ
ചെയ്യണമെന്ന് ജോസേട്ടന് ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ട്. പക്ഷെ അത് പ്രൊഡ്യൂസറും ഡയറക്ടർമാരും നമ്മളെ ഈ ഇപ്പോഴത്തുള്ള യൂത്ത് പിള്ളേരാണ് പലപ്പോഴും ഇപ്പോൾ വരുന്നത്, പ്രൊഡക്ഷൻ മാനേജറും എക്സിക്യൂട്ടീവും ഇതൊക്കെ. അപ്പോൾ ഇവിടെ ചാനലിലൊന്നും പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയണമില്ല. അപ്പോൾ ആ തരത്തിലൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റാതെ ആകുമ്പോൾ നമ്മളെ ഒഴിവാക്കും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളതിൽ ഞാൻ മാറി നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമ്മളെ പുറകോട്ട് വിളിക്കും. ചില ഇഷ്ടമുള്ളവർ വന്ന് നമ്മളെ വിളിക്കും, പ്രൊഡ്യൂസർ ചിലപ്പോൾ റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ അപ്പോൾ 100-ൽ ചിലപ്പോൾ 5-എണ്ണോ 2-എണ്ണോ ഒക്കെ കിട്ടുള്ളൂ. പിന്നെ എനിക്ക് ബാങ്കിൽ ബാലൻസ് ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും പടങ്ങൾ ശ്രീ സീരിയലിൽ ഞാൻ ഹിറ്റായ ഇതൊക്കെ ചെയ്താണ്. 10-50ഓളം സീരിയൽ ഞാൻ ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ, ആദ്യം വന്ന കാലഘട്ടത്തിൽ. അതിലൊക്കെ എനിക്ക് പൈസ കിട്ടിയിരുന്നു. പക്ഷെ സിനിമയിൽ വന്നപ്പോൾ പലപ്പോഴും ഈ കല്ലുകൊണ്ട് ഒരു പെണ്ണും അങ്ങനെ കുറച്ച് പടങ്ങളിലൊക്കെയാണ് എനിക്ക് പൈസ കിട്ടിയത്. 10-25 പടത്തിൽ ഇപ്പോഴും ഉള്ളു. അപ്പോൾ നഷ്ടങ്ങളിലെ പട്ടിക ഞാൻ നോക്കാറില്ല. പക്ഷേ വരാൻ പോണ പടങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെ തേടി വന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഡയറക്ടേഴ്സും പല പ്രൊഡ്യൂസർമാരും റെക്കമെൻഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് വർക്ക് കിട്ടാനുള്ള. അല്ലാതെ എനിക്ക് ആഗ്രഹമുണ്ട് വലുതിലേക്ക് പിടിച്ച് കയറണം, വലിയ പടത്തിലേക്ക് കയറണമെന്നൊക്കെ. പക്ഷേ ആശകൾ പലപ്പോഴും ഇത് ചെയ്യുമ്പോൾ ചെറിയ പടങ്ങളുടെ പുറത്തും മീഡിയം പടങ്ങളുടെ അടുത്തേക്ക് നമ്മൾ പോകണത്. നമുക്ക് ജോലി ചെയ്താലല്ലേ നമുക്ക് കുടുംബം പറ്റാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അല്ലെങ്കിൽ 6 മാസത്തിൽ 1 വർഷത്തിൽ വെറുതെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെറിയ പടങ്ങളും മീഡിയം പടങ്ങളും ചെയ്യും. ഇത് വരാൻ കാത്തു നിൽക്കില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കൂടുതൽ എന്ന് പറഞ്ഞാൽ ഞാൻ ചാരിറ്റി, എനിക്ക് സിനിമ ഇല്ലാത്ത സമയത്ത് എനിക്ക് ചാരിറ്റി എൻ്റെ മനസ്സിൽ ജീവിതത്തിൽ ഒരു ക്യാൻസർ രോഗികൾ, മറ്റേ രോഗികൾ എല്ലാം കഷ്ടപ്പെടുന്ന അവരോട് എനിക്കൊരു താല്പര്യമാണ്. അപ്പോൾ ആ പ്രവർത്തനത്തിൽ ഞാൻ ഇറങ്ങും. അതിൻ്റെ ഒരു ദയാ ചാരിറ്റികൾ, ആക്ഷൻ ഫോഴ്സ്, അതിൻ്റെ മുൻപന്തിയിൽ ഹുസൈൻ കോയൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ സംഘാടകരാണ്. അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനത്തിന് പോകും. പടങ്ങൾ കിട്ടുമ്പോഴല്ലേ നമുക്ക് കിട്ടുള്ളൂ. അത് നമ്മുടെ മനസ്സിനെ ഇഷ്ടപ്പെടുന്ന ഡയറക്ടറോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു വർക്ക് കൊടുക്കണമെന്ന് ആൾക്കാർ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലെ ഇടിച്ച് കയറി നമുക്ക് ഒരു പടം ചെയ്യാൻ പറ്റില്ലല്ലോ. ഏതായാലും 2026 വലിയ 2-3 പടങ്ങളിലെ ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അതെനിക്കൊരു വാശിയാണ്. അത് നല്ല കാര്യമല്ലേ? അത് ഏറ്റവും ബെസ്റ്റ് കാര്യമല്ലേ പറഞ്ഞു. 2026 നമ്മളെ തേടി വൻ പ്രൊജക്റ്റുകൾ നിൽക്കണമെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്തൊരു പാർട്ടാവാൻ സാധിക്കുമെന്ന് ഞാനും വിചാരിക്കുന്നുണ്ട് ജോസേട്ടൻ്റെ കൂടെ. അതില് ഞാനും നമ്മുടെ ഹുസൈനിക്കയും ജോസേട്ടൻ്റെ ലെഫ്റ്റും റൈറ്റും. എന്റെ കലക്കിയില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ജോസേട്ടൻ ലെഫ്റ്റ് റൈറ്റ്. പിന്നെ ജോസേട്ടൻ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ഇപ്പോ ഈ ഇത് പറയാൻ കാരണം ഞാൻ ആരും പേരൊന്നും എടുത്ത് പറയണില്ല. എന്നാലും രോഹിണി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിൻ്റെ ഒരു പടം 8 കോടി രൂപയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രൊഡ്യൂസറെ ഞാൻ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഭാഗ്യമാണ് ദൈവത്തിൻ്റെ. 8 കോടിയിൽ നല്ല കഥ കേട്ടപ്പോൾ നല്ലതാണ്. ആദിവാസികളെ മോചിപ്പിക്കാൻ വേണ്ടി 20 പേരെ ബലാത്സംഗം, പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തപ്പോൾ ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ട് പോരാടുന്ന ഒരു യൂത്തിൻ്റെ കഥ, ജനങ്ങളുടെ, സ്ത്രീകളുടെ കഥ. അതിന് ഞാൻ പ്രൊഡ്യൂസർ ഇപ്പോൾ ഗോകുലൻ്റെ മാനേജറായിട്ട് സംസാരിച്ച് പലരും തമിഴ്നാട്ടിൽ വിജയുടെ അമ്മാവനായിട്ട് എനിക്കൊരു കണക്ഷൻ ഉണ്ട്. വിജയുടെ അമ്മാവൻ, അമ്മയുടെ ആങ്ങള, അത് 10 വർഷമായിട്ട് കാത്തു സൂക്ഷിക്കുന്നു. അതുപോലെ അവിടെ തന്നെ കുറച്ച് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിലേക്കൊക്കെ കടക്കണം. നേരത്തെ ഈ അസുഖം ബാധിച്ച കാരണം അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. ഈ ഒരു കേസ് ഇട്ട് ഞങ്ങൾ ജോസേട്ടനോട് സംസാരിച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് ഇട്ട് ജോസേട്ടൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അത്യാവശ്യം നല്ലൊരു സബ്ജക്റ്റുമായിട്ടാണ് ഞങ്ങൾ ജോസേട്ടൻ്റെ അടുത്ത് വന്നത്. എന്നിട്ട് ജോസേട്ടൻ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്, ചോദിക്കേണ്ട കാര്യമാണ്. ഇത്രയും കണക്ഷൻ ഇതിപ്പോൾ ഞങ്ങൾ ഒരു ദുൽഖറിൻ്റെ സബ്ജക്റ്റിന് വേണ്ടിയിട്ട്, ദുൽഖറിൻ്റെ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ, അപ്പോൾ അത് തമിഴിൽ ചെയ്യാം. കാരണം കുറച്ച് ഹെവിയാണ് സാധനം. ബോഡി ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പുള്ളി കുറച്ച് വേഷങ്ങളിൽ വരുന്നുണ്ട്. ഇംഗ്ലീഷ് മൂവിയുടെ പാറ്റേൺ ആണ് ശരിക്കും. ഇംഗ്ലീഷ് ഹിന്ദി മൂവിയുടെ പാറ്റേൺ ആണ്. കാരണം ഡോൺ മൂവിയാണ്. അപ്പോൾ പുള്ളി വേഷങ്ങളൊക്കെ പെട്ടെന്ന് വേഷം മാറുന്നൊരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ തമിഴ് ദുൽഖറിൻ്റെ പുറകെ നമ്മുടെ അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. ദുൽഖറിൻ്റെ അന്നൊരു മാനേജർ ഉണ്ടായിരുന്നു, അറിയാം, ഞങ്ങളിതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളേ. അപ്പം അവൻ്റെയൊക്കെ പുറകെ നടന്ന് മടുത്തിട്ട് ജോർജിൻ്റെ ബന്ധുവാണ്. മടുത്ത് ഞങ്ങളത് ഉപേക്ഷിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യണ്ടെന്ന് പറഞ്ഞു. കാരണം ദുൽഖർ കേട്ടിട്ട് അത് വേണ്ടാന്ന് പറഞ്ഞാൽ പോയിക്കോട്ടെ. കാരണം അങ്ങനത്തെ ഒരു സാധനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അത് കേട്ടിട്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ളൂ. വേണ്ട, നമുക്ക് ചെയ്യണ്ട, കഥാ പോരായ്മയുണ്ട്. ഇത് ദുൽഖറിൻ്റെ അടുത്ത് അലക്സ് എന്ന് പറഞ്ഞവൻ, അറിയാലോ അലക്സിനാ. അവൻ നമ്മളെ നാളെ കാണാം, മറ്റന്നാൾ കാണാം. ദുൽഖർ തൊട്ടപ്പുറത്ത് മഹാരാജ് കോളേജിൻ്റെ അവിടെ ഷൂട്ട് എടുക്കുന്ന ചാർലിയുടെ ഞങ്ങൾ തൊട്ടിപ്പുറത്ത്, അതായത് ഒരു 10 മീറ്റർ പോലും ഡിസ്റ്റൻസ് ഇല്ല. പക്ഷേ ദുൽഖറിൻ്റെ അടുത്തേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല. ഈ കഥ പറഞ്ഞ് ഈ കഥയുടെ പാറ്റേൺ ജസ്റ്റ് ഇൻട്രോ സീൻ, ഞാൻ പറയും ഒന്നും പറയണ്ട, ഇൻട്രോ സീൻ മാത്രം ഞാൻ പറഞ്ഞാൽ മതി.
എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളി ഇൻട്രോ പറയണമെങ്കിൽ എത്ര നേരം വേണ്ടി വരും? ഒരു കഥയുടെ ഇൻട്രോ മാത്രം പറഞ്ഞു കൊടുക്കാനായിട്ട് 1 മിനിറ്റ് കൊണ്ട് പറയാം. ഇൻട്രോ മാത്രമാണ് പറയുന്നത്. അവൻ അതിന് വരാൻ തയ്യാറല്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ ആ കേസറ്റ് വിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നമുക്ക് തമിഴിൽ ധനുഷിന് വെച്ച്, കാരണം ധനുഷിന്റെ ബോഡി ലാംഗ്വേജ് ഞങ്ങൾക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ വേഷം മാറി വരുന്ന കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ ധനുഷിൻ്റെ അടുത്ത് പോകാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ചെന്നൈ പോകണേണ്, ഞാനും വൈഫും കൂടി. ചെന്നൈ പോയി അന്ന് ഇതേപോലെ ഒരാളുടെ കെയർ ഓഫിലാണ് പോണത്, പാലക്കാട്ടുള്ള ഒരാളുടെ കെയർ ഓഫിലാണ് പോണത്. അവിടെ ചെന്ന് ആരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആൾ ശരിയല്ല. ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞു ഇത് അത്ര വെടിപ്പായിട്ട് തോന്നല്ല കേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഞങ്ങളൊരു അപ്പാർട്ട്മെൻറ്റ് താഴത്തെ ഫ്ലോർ ഒരു ഓഫീസാണ്. അവിടെ കൊണ്ടുപോയി അവിടെ വെള്ളയൊക്കെ ഇട്ട് ഒരുത്തം വന്നു. അവൻ പറഞ്ഞു അമ്മ എൻ്റെ സ്വന്തം അമ്മ. ആര്? ജയലളിത അന്നുണ്ട്. ഞാൻ പറഞ്ഞ കേൾക്കും, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ കാര്യം മനസ്സിലായി, വെടിപ്പല്ല എന്ന് മനസ്സിലായി. മസലാമ പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാനിപ്പോൾ ജോസിന് ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ഒരു ഓർമ്മ വന്നാണ്ടാ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മലയാള സിനിമയിലുള്ള പല ഘടകങ്ങളും ഇപ്പോൾ ജോസേട്ടൻ പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് എൻ്റെ മെമ്മറീസ് പോകുന്ന അങ്ങനെയാണ്. പറഞ്ഞോളൂ ജോസേട്ടൻ, പറഞ്ഞോളൂ, കണ്ടിന്യൂ ചെയ്തു. അതുപോലെ ഞാൻ പിന്നെ എല്ലാവരും അറിയുമെന്ന് ഞാൻ പറയണില്ല. ഇന്ത്യയിൽ ഇപ്പോൾ മദ്രാസിലായാലും എനിക്ക് ചന്ദ്രു എന്നും പറഞ്ഞ വിജയ് പടങ്ങൾ ചെയ്യണ, വിജയ് രജനീകാന്ത് പടങ്ങൾ ചെയ്യണ ആ പുള്ളിയെ പരിചയപ്പെടുത്തി തന്ന നമ്മുടെ കുളപ്പള്ളി ലീലയാണ്. അയാളായിട്ട് ഇപ്പോഴും ഞാൻ ചിലതുണ്ട്. എനിക്ക് തമിഴിലൊരു പ്രോജക്റ്റ് വരികയാണെങ്കിൽ നിങ്ങളുടെ സഹായം വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ മലയാളിയാണെങ്കിലും ഞാൻ അവിടെ ഒന്നും എനിക്ക് പറ്റൂല, നിങ്ങളുടെ സഹായം. അപ്പോൾ പുള്ളി പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്ന്. അപ്പം അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒന്നും ഈ ഹോസ്പിറ്റലിലൊക്കെ പോയാൽ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉയർത്തിഞ്ഞ് വരും. ഞാൻ ഉയർത്തു വരും. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മരണം വരെ സിനിമയാണ്, കലയാണ്. കല എന്നുള്ള അതിൽ നിന്ന് നമ്മൾ പുറകോട്ടില്ല. ആരൊക്കെ പേടിപ്പിച്ച് ആരൊക്കെ ഉയർന്നു വന്നു കഴിഞ്ഞാലും അത് അവരുടെ അവരുയർന്നോട്ടെ, നമുക്കതിനവരെ നമ്മൾ എതിർക്കണില്ല. ഉയരേണ്ടവർ ഉയരട്ടെ. പക്ഷേ നമ്മൾ ഇതെല്ലാം നഷ്ടപ്പെട്ട് വന്നവരാണ്. ഇപ്പോൾ ഹുസൈൻ കോയയും ഒക്കെ നഷ്ടപ്പെട്ട് വന്നവർ കലയും കൊണ്ട് നടക്കുമ്പോൾ ഉയർന്നു വരണം. അതുകൊണ്ട് ആണ് ഞാനിപ്പോഴും സിനിമയിൽ നിൽക്കുന്നത്. ജോസേട്ട ഒരു കാര്യം പറയാം. ജോസേട്ടന് ഒറ്റക്ക്, ഞാനിത് ഇപ്പം നേരത്തെ പറഞ്ഞൊക്കെ വിട്ടേക്കട്ടെ, ഞാൻ അതൊന്നുമില്ല. ഒരു വ്യക്തി ഒറ്റക്ക് ഓടി നേടാൻ പറ്റാത്തത് ഒരു കൂട്ടായ്മയിൽ നേടാൻ പറ്റും. ഇപ്പം നേരത്തെ ജോസേട്ടൻ്റെ സുഹൃത്ത്, ജോസേട്ടൻ വഴി വന്ന നമ്മുടെ സുഹൃത്ത് ഹുസൈനൊക്കെ പറഞ്ഞ കാര്യം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് അവിടെ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കയറി പോയിട്ടുണ്ടെങ്കിൽ അത് ഒറ്റക്കോടി വന്നതല്ല, ഒറ്റക്കോടി ഉണ്ടാക്കിയതല്ല. അതൊരു കൂട്ടായ്മ. ഒരാളാദ്യം കയറ്റി അടുത്ത ആൾ അടുത്ത സ്റ്റെപ്പിൽ പിടിച്ച് കയറി അങ്ങനെ ഉണ്ടായതാണ്. അല്ലാണ്ട് ഇവരൊന്നും ഒറ്റയ്ക്ക് അവരെ കഴിവ് കൊണ്ടിട്ട് വന്നേക്കണമൊന്നുമില്ല. അത് ഞാൻ എപ്പോഴും തുറന്നു പറയാൻ തയ്യാറാണ്. അതൊരു കൂട്ടായ്മയിലൂടെ ഒരു വലിയൊരു സംഘടന ഉണ്ടാക്കി അതിലൂടെ വന്നേക്കുന്നതാണ്. സന്തോഷം, അവരൊക്കെ വരട്ടെ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഈ 30 വർഷമായിട്ട് മലയാള സിനിമയിലുണ്ട്. നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മിസ്റ്റേക്ക് തന്നെയാണ്. അത് ഞാൻ അതിന്റെ വേറൊരു കാര്യം പറഞ്ഞു. വലിയൊരു സംഭവമാണ്. ഒരു കുട്ടി അയാൾ ജനിച്ചത് ഒരു പാവപ്പെട്ടവനായിട്ടാണ്. പക്ഷെ അയാൾ മരിക്കുന്നത് അതേ പാവപ്പെട്ടവനായിട്ടാണെങ്കിൽ അത് ആരുടെ മിസ്റ്റേക്കാണ്? ഒരു ഒന്നുമില്ലായ്മയുള്ള ഒരു തന്തയുടെയും തള്ളയുടെയും മകനായിട്ട് ഞാൻ ജനിച്ചു. ഞാൻ മരിച്ചേക്കുന്നത് ഒന്നുമില്ലായ്മയായിട്ടുള്ള തന്നെയാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ അതിനും വേണ്ടി ശ്രമിച്ചിട്ടില്ല. ഞാൻ അതിനും വേണ്ടി വലുതാവാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ തോറ്റുപോയി. ഇല്ല അതിനോട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ 350 പേരുണ്ട് ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിൽ, മാനേജർ എക്സിക്യൂട്ടീവ് കൺട്രോൾ. ഓക്കെ. ഇവരിൽ 30-35 പേർക്ക് മാത്രം ജോലിയുള്ളു. അപ്പൊ ഇവരെല്ലാവരും പലരും കൂലിപ്പണിക്ക് പോകുന്നുണ്ട്, പല പണിക്കും പോണവരുണ്ട്, അങ്ങനെ പോയി ജീവിക്കുന്നവരുണ്ട്, ഈ ജോലി അന്വേഷിക്കുന്നത്. അപ്പൊ അവരുടെയൊക്കെ ഗതിയൊന്നും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ വിജയമാണ്. ഒരു വർഷത്തിൽ 2 പടമെങ്കിലും ഞാൻ ചെയ്യുന്നത്. ജോസേട്ടൻ, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവണ്ട. ഇപ്പോ 300 പേരുണ്ടെന്ന് പറഞ്ഞു. ഈ 300 പേരിലും കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നേക്കുന്നവരില്ല. ആ നിന്നേക്കുന്നത് ആകെ ജോസേട്ടനെ പോലുള്ളവരുള്ളൂ. ജോസേട്ടൻ 30 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ജോസേട്ടൻ 30 വർഷമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ജോസേട്ടൻ ഒരു വർഷം 2 സിനിമ 3 സിനിമ 4 സിനിമ ചെയ്തു പോകുന്നുണ്ട് ജോസേട്ടൻ. പക്ഷെ ജോസേട്ടൻ എന്ന് വെച്ചാൽ ഞാൻ അതിന് മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇടിച്ചു കയറിയിട്ട് എനിക്ക് ഇന്ന മൂവി തന്നെ ചെയ്യണമെന്നൊരു ആഗ്രഹത്തോട് ജോസേട്ടൻ പോയിട്ട് ജോസേട്ടന് വരുന്നത് 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. അതിൽ ജോസേട്ടൻ തൃപ്തനാണ്. പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചത്? ഒരു 8 മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു 7 മാസം മുമ്പ് ജോസേട്ടൻ ഞാൻ വീണ്ടും വരാപ്പുഴ മാർക്കറ്റിന്റെ അവിടെ നിന്ന് കാണുമ്പോൾ ഞാൻ ഹോൺ അടിച്ചു.
ഞാൻ ഗ്ലാസ് തുറന്നിട്ട് ജോസേട്ടാന്ന് പറഞ്ഞ് വിളിച്ചു. ഓൺ അടിച്ചിട്ട് പോലും ജോസേട്ടൻ മൈൻഡ് ചെയ്തിട്ടില്ല. പെട്ടെന്ന് കണ്ടപ്പോൾ ജോസേട്ടൻ എന്നെ മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. എന്നാലും ജോസേട്ടൻ പറഞ്ഞ് ഞാൻ സച്ചിനാണ് ജോസേട്ട. ആ നീ എന്താ ഇവിടെ? അപ്പം ഞാൻ പറഞ്ഞു ജോസേട്ടൻ എനിക്ക് നമ്പർ ഒന്ന് തരൂ, എൻ്റെ കയ്യിൽ നിന്ന് നമ്പർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്പർ അടിച്ചപ്പോഴത്തേക്കും ജോസ് വരാപ്പോഴാന്ന് പറഞ്ഞ് എനിക്ക് കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു ജോസേട്ടൻ ഞാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ എന്തായാലും വിളിക്കാമെന്ന് പറഞ്ഞു, നമുക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് മലയാള സിനിമയിൽ ഇൻഡസ്ട്രിയിൽ 2012 തുടങ്ങി ഞാൻ ഇൻഡസ്ട്രിയിലുണ്ട്. ജോസേട്ടൻ്റെ കൂടെ നിൽക്കുന്ന തന്നെ കുറേ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ എനിക്കറിയാം, പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അവരെ അന്തസ്സായിട്ട് ഞാൻ അന്നേ ഞാൻ ഒഴിവാക്കിയതാ. ഞാൻ 1-2 കാര്യങ്ങളായിട്ട് ഇവരായിട്ട് ബന്ധപ്പെട്ടപ്പോൾ തന്നെ വരാപ്പുഴയിലുള്ള ടീം തന്നെയെന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് റിയാൻ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഇവരൊക്കെ ബന്ധങ്ങളുള്ളത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു ഡയറക്ടറിൻ്റെ കേസ് പറഞ്ഞില്ലേ, അയാൾ വഴിയൊക്കെ അന്നേ പരിചയമുള്ളതാ. അപ്പം ഞാൻ അതിൽ കുറച്ച് പ്രൊഡക്ഷൻ കൺട്രോളർ ഞാൻ കട്ട് ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പോക്കെട്ട് എനിക്ക് ശരിയായിട്ട് തോന്നിയില്ല. പോക്കെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ കണ്ടേക്കുന്നത് ജീവിക്കാനുള്ളൊരു ഉപാധി തന്നെയാണ്. പിന്നെ കല എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ട്. ആ കലയുമായിട്ട് നമുക്കൊരു സാമ്പത്തികം കലയിൽ നിന്നുണ്ടാക്കാന്നുള്ള രീതിയിലാണ് ഞാൻ സിനിമയെ കണ്ടേക്കുന്നത്. പക്ഷേ അതൊക്കെ കണ്ടേക്കുന്നത് വേറെ പലതിനുമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ റിയാൻ സ്റ്റുഡിയോ എന്ന് ലിഫ്റ്റിൻ്റെ അകത്തുനിന്ന് വരെ ഞാൻ ഒരുത്തിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ മൈൻഡ്, പക്ഷേ ഇനിയും ഒഴിവാക്കാത്ത കുറേ പ്രൊഡക്ഷൻ കൺട്രോളർമാർ എൻ്റെ അടുത്തുണ്ട്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുകൾ എനിക്കറിയാം. ഇപ്പോൾ ഞാൻ ഇന്ന് വരെയും ഒരു പിണക്കമൊന്നുമില്ല. നമ്മുടെ ചെന്നിത്തല എന്ന് പറഞ്ഞിട്ടൊരു ശ്രീകുമാർ ചെന്നിത്തല, ശ്രീകുമാറേട്ടനായിട്ട് എനിക്ക് ഇന്നും ഒരു പ്രശ്നമൊന്നുമില്ല, പക്ഷെ വിളിക്കാറൊന്നുമില്ല, ഞാൻ അങ്ങനെ വിളിക്കുകയൊന്നുമില്ല. ആ കാലഘട്ടത്തിൽ കണക്ഷൻ ഉണ്ടായിരുന്നു. നമ്മളെന്നാലും പിണക്കോ ഒന്നുമില്ല. ഇപ്പോഴും വിളിച്ചാൽ പുള്ളി ചിലപ്പോൾ ഫോൺ എടുക്കും, പുള്ളി ഉണ്ടോ ഫീൽഡിലുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, കാരണം ഇപ്പോൾ ഒരു കണക്ഷൻ പുള്ളിയായിട്ടില്ലെന്നുണ്ട്. പക്ഷെ ജോസേട്ടനെ കണ്ടപ്പോൾ തന്നെ ജോസേട്ടനോട് സംസാരിച്ചു. ജോസേട്ടൻ്റെ നമ്പർ ഞാൻ വീടുണ്ടോയെന്ന് ചെക്ക് ചെയ്ത്, കാരണം നമ്പർ നഷ്ടപ്പെട്ടു എന്ന് വെച്ചിരിക്കണായിരുന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾ നേരത്തെ പറഞ്ഞു കുട്ടികളുടെ മനസ്സാണ്, ശരിയല്ലേ ഹുസൈൻക? നിങ്ങളിപ്പോഴും കുട്ടികളുടെ മനസ്സായിട്ട് നടക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ മനസ്സിൽ കളങ്കമില്ല. നിങ്ങൾ ഇന്നിപ്പോൾ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ ക്യാമറ ചെയ്യുന്ന ദിലീപ് ഏട്ടൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിങ്ങൾ ദിലീപിൻ്റെ അടുത്ത് പറഞ്ഞു ദിലീപ് ഹുസൈൻ എന്തെങ്കിലും റോള് മേടിച്ചു കൊടുക്കണം. അതായത് ഇപ്പം ഇവിടെ വന്നിട്ട് നടന്ന സംഭവമാണ്. നമ്മുടെ ഒരു മനസ്സങ്ങനത്തെയാണ്. മറ്റുള്ളവർ രക്ഷപ്പെടണമല്ല, നമ്മൾക്ക് രക്ഷപ്പെടാൻ വഴി വന്നില്ലെങ്കിൽ മറ്റുള്ളവർ അതാ ഒരു ചാരിറ്റിയൊക്കെ ചെയ്യണോണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദൈവം നമുക്ക് നമ്മളിവിടെ ജനിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെ ഉത്ഭവം അങ്ങനെയാണ്, പൈസ ഉണ്ടാക്കണമെന്നുള്ള ഒരു മാധ്യമത്തിലേക്ക് ഞാൻ ഒരിക്കലും പോയിട്ടില്ല. എൻ്റെ കൂടെ തന്നെ ഉണ്ട് കുറേ പേര് വർക്ക് ചെയ്തിട്ടുണ്ട്, മാനേജർ എക്സിക്യൂട്ടീവ് കൺട്രോളായിട്ട്. അതിൽ ഞാൻ ഇപ്പോഴും കണ്ടേക്കണം ആൻ്റണി ഏലൂർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രൊഡക്ഷൻ കൺട്രോളുണ്ട്, ഏലൂർ ഭാഗത്തുള്ള നിസാർ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതിനകത്ത് 1-2 പേരെ മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യണുള്ളൂ. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ പറയും മറ്റേ നമ്പർ എനിക്കൊന്നും എല്ലാ നമ്പറും ആർട്ടിസ്റ്റിൻ്റെ നമ്മുടെ അടുത്ത് ഉണ്ടാവണമെന്നില്ലല്ലോ, വിളിച്ചാൽ വിളിപ്പുറത്താണ്. അങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ ഞാൻ ഇപ്പോഴും അംഗീകരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ തടയാത്തതും നമ്മൾ പണമില്ലെങ്കിൽ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹം എഴുതി തള്ളുമ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഈ കാലഘട്ടത്ത് പലരും ഔട്ട് പിടിച്ച കാലഘട്ടത്തിൽ 30 വർഷമായിട്ട് പോയിട്ടും ഇവിടെയൊക്കെ ഉണ്ടല്ലോ എന്നുള്ള തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ്. ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ജോസേട്ടന് ഓർമ്മയുണ്ടെന്നറിയില്ല, വരാപ്പുഴ വെച്ച് കണ്ടപ്പോൾ ഞാനൊരു വാചകം ജോസേട്ടനോട് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ വാചകം? ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യത്തിലുള്ളൂ, ജോസേട്ടൻ ഇത്രയും വർഷമായിട്ട് നിങ്ങൾ ഫീൽഡിലുണ്ട്, നമുക്കൊന്ന് സെറ്റിൽ ആവണ്ടേ? ഞാൻ പലരും എടുത്ത് ചില പ്രൊഡ്യൂസറൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ നന്നാകാത്തേന്ന് പറഞ്ഞ പോലെ, എന്താടോ രക്ഷപ്പെടാത്തേന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്തൊരു ഘടകം, ചില ഘടകങ്ങളൊന്നും പറയാൻ പറ്റൂല ചാനലിൻ്റെ മുമ്പിൽ. അത് ഇതില്ല, ഇതെല്ലാം വരുന്നിടത്ത് വെച്ച് ഹുസൈൻ പറഞ്ഞ പോലെ വരുന്നിടത്ത് വെച്ച് നമ്മൾ കലക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കുകയാണ്. കൈയും കാലും കണ്ണും എല്ലാം ഇങ്ങനെ കാതോട് കാത്തിരിക്കണം നമുക്ക് വർക്ക് കിട്ടുമെന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ദൈവം നമ്മൾ പറയണ അച്യുതാനന്ദൻ PS അച്യുതാനന്ദൻ 60-70 വയസ്സിന് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ പോലെ നമുക്കും ഒരു കാലഘട്ടം വരുമെന്ന് നമ്മൾ വിശ്വസിക്കണം. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ 2026 ഏകദേശം 3 പ്രൊജക്റ്റ് കമ്മിറ്റ് ചെയ്തേക്കണമെന്ന് പറഞ്ഞു. അതെന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കൈകളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഇടയിൽ മലയാള സിനിമയിൽ ഇന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നു. ഫെയിമായിട്ടുള്ള പല ആർട്ടിസ്റ്റുകളും ഇന്നും നല്ല ഇതിൽ നിൽക്കുന്നുണ്ട്. ജോസേട്ടൻ്റെ കെയർ ഓഫിൽ മലയാള സിനിമയിൽ തിളങ്ങി വന്നേക്കുന്ന, അതിലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര ആർട്ടിസ്റ്റുകളുണ്ട് വന്നത്? ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ടോബീനോ എൻ്റെ പടത്തിലാണ്, പ്രഭുവിൻ്റെ മക്കൾ എന്ന് പറഞ്ഞ പടത്തിലാണ് ഫസ്റ്റ് വന്നത്.
അതുപോലെ എനിക്ക് ജോജു ജോർജ് എനിക്ക് ഇവിടെ കലൂരുള്ള AJ ടൂറിസ്റ്റിന് പോകുമ്പോൾ പുള്ളി ഇരിക്കുമ്പോൾ തൊട്ട് എനിക്കറിയാം. പക്ഷെ ഞാൻ ഡേറ്റ് ചോദിച്ചു ചെന്നപ്പോൾ പിന്നെ കേൾക്കാമെന്ന് പറഞ്ഞു. ടോവിനോടും ചോദിച്ചപ്പോൾ അത് പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു മെറീന മൈക്കിൾ എന്ന് പറഞ്ഞ കൂടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അവര് നമുക്ക് വേണ്ടിയൊക്കെ റെക്കമെൻഡ് ചെയ്യണം. അങ്ങനെ ഹെന്ന റോയി കോശി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ്, ഞാനൊരു പടം ഇപ്പം അടുത്ത കാലത്ത് ചെയ്തു. അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ മരിച്ചുപോയ ഇവർ പൊന്നമ്മ ചേച്ചി ഒക്കെ എനിക്ക് റെക്കമെൻഡ് ചെയ്യും. അതുപോലെ കുളപ്പുള്ളി ലീല എനിക്ക് വേണ്ടി തമിഴ്നാട്ടിലൊക്കെ റെക്കമെൻഡ്. അങ്ങനെ ഒരു കുറച്ച് ആൾക്കാരുണ്ട്. ജോയി ആത്മാർത്ഥമുള്ളവരുണ്ട്. പിന്നെ സൈമൺ പറക്കൽ, അയാളിപ്പോൾ ഒരു ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്. എന്ത് പടം ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യണം. അപ്പം നമ്മളെ തേടി വന്നവരും ഉണ്ട്. അപ്പം ചിലവർ ഇപ്പോൾ പറയും സുഖമില്ല, നിങ്ങൾ അവിടെ വന്നിരുന്നാൽ മതി, ആർട്ടിസ്റ്റിനെ വിളിച്ചാൽ മതി, നിങ്ങൾ ഓടണ്ട, നിങ്ങൾ രണ്ടുപേരെ നിർത്തിക്കോ. അങ്ങനെയുള്ള ധൈര്യം എനിക്ക് തന്നത് തന്നെ ഭയങ്കര വിജയമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടരുത്, ഒരു കസേര ഇട്ടിട്ട് അവിടെ ഇരുന്നു ആർട്ടിസ്റ്റിനെ വിളിച്ചാൽ മതി. അതൊരു അംഗീകാരമാണ്. അപ്പം അതിൻ്റെ ഒരു സമൃദ്ധി ഉണ്ട്. പക്ഷെ നമുക്ക് ബാങ്കിൽ ഇതില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, പക്ഷെ ഒരു സന്തോഷമുണ്ട് നമുക്ക്. അതാണ്. അപ്പോൾ സിനിമയിൽ ഇനി വരും കാലങ്ങളിൽ ഞാൻ 2020 മുറുക്കി പിടിക്കണം. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഈ യൗവനത്തിൻ്റെ ഇതിൽ കുറച്ച് എനിക്ക് കാണിക്കാനുണ്ട്, തിരിച്ചു പിടിക്കാൻ. വരണം നല്ല അവസരങ്ങൾ നിങ്ങൾ തേടി വരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആത്മാർത്ഥത നമ്മുടെ അടുത്ത് കൂടുതൽ കാണിക്കുന്നവർക്ക് അവർ രക്ഷപ്പെട്ടു പോകണമെന്ന് ഞാൻ പറയുള്ളൂ. മനസ്സിൽ കളങ്കം വെച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ ചിരിച്ച് കാണിച്ച് എനിക്കിഷ്ടമാത്ത കാര്യം, ഞാനിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വെട്ടി തുറന്ന് പറയും. ഞാൻ ഉള്ള കാര്യം ഞാൻ പറയും. എനിക്കിഷ്ടമായില്ലേ എനിക്ക് അപ്പം തന്നെ പറയില്ല. അത് മനസ്സിൽ വെച്ചിട്ട് ഓൻ അങ്ങനെ കാണിച്ചു എന്തിനോ അങ്ങനെ ചിന്തിക്കുന്നില്ല. എനിക്കിഷ്ടമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ ഇതേ ഇപ്പോൾ ദിലീപേട്ടനറിയാം, ചോദിച്ചു ചോദിക്കുമോ, പുള്ളി പറഞ്ഞ ടൈമിന് ഇവിടെ എത്തിയില്ലേ എന്നൊക്കെ പറയും, നിങ്ങൾ ചെയ്ത് ശരിയായില്ല. കാരണം നമ്മളുള്ള കാര്യമാണ് പറയുന്നത്. നമുക്ക് ആ പെർഫെക്ഷൻ ഉണ്ടാവണം. കടപ്പാടുകൾ എനിക്ക് കുറച്ച് പേരോടുള്ളൂ. ജോർജ് കിത്തു ഡയറക്ടർ, പുള്ളിയുടെ 2 പടം ചെയ്ത്. അങ്ങനെ കുറച്ച് 7 ആർട്സ് വിജയകുമാർ, അങ്ങനെ കുറച്ച് ആൾക്കാരോട് എനിക്ക് ഉള്ളതാണ്. അവരെപ്പോഴും നമ്മളെ സഹായിക്കുന്ന വിധത്തിൽ നിൽക്കണം. ഇപ്പോൾ ആശുപത്രി കിടക്കുമ്പോഴായാലും ഒരു വിളിക്കും തന്നെ. അപ്പം അങ്ങനെ മെറീന മൈക്കിൾ ഒരു സഹായമൊക്കെ നമുക്ക് ആർട്ടിസ്റ്റ് എന്നുള്ള നിലകൾ, ഒരു സഹോദരൻ എന്നുള്ള നിലക്ക് മനസ്സിലായി. അതെനിക്കൊരു ഭയങ്കര അംഗീകാരമായിട്ട് കുറച്ച് പേര്. എല്ലാവരും അങ്ങനെ ആകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല, ആഗ്രഹമില്ലാത്തതിന് നമുക്ക് സങ്കടവുമില്ല. അപ്പോൾ എല്ലാവർക്കും എന്നാലും നമുക്ക് ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഇഷ്ടമാണ്, നമുക്ക് അവരോടൊന്നും വഴക്കില്ല. നമ്മൾ ഇതിനകത്ത് വന്നു. എന്തെങ്കിലും ദുരനുഭവം ഇൻഡസ്ട്രിയിൽ നിന്ന് ഈ 30 വർഷ കാലയളവിൽ ഉണ്ടായിട്ടുണ്ടോ? അതുണ്ടായെന്ന് പറഞ്ഞാൽ അതൊക്കെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഞാൻ പടങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ആ പടങ്ങൾ അടുത്ത ദിവസം തുടങ്ങാറാകുമ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് പോകും, വേറെ പ്രൊഡക്ഷൻ കണ്ടുപോകും. അവരുടെ പേരൊന്നും ഞാൻ പറയണില്ല. അങ്ങനെ പല അനുഭവം, ഒരു പടമല്ല. പിന്നെ ഈ വിനയേട്ടൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു അന്ന്. ഡയറക്ടർ വിനയേട്ടൻ്റെ കൂടെ, വിനയേട്ടൻ്റെ സീരിയലൊക്കെ ഞാൻ ചെയ്യാനായിരുന്നു. പടങ്ങൾ വന്നപ്പോൾ വേറെ VIP അങ്ങോട്ട് വന്നു, പ്രൊഡക്ഷൻ കൺട്രോൾ. അപ്പോൾ ഞാൻ കുറേ പോയി. പുള്ളിക്ക് വേണ്ടി ഞാൻ ഒരു കേരളോത്സവം നമ്മുടെ ഡയറക്ടർ ശങ്കർ, അവർ പടം ഞാൻ ആക്ട് ചെയ്ത ആൾക്കാരൊക്കെ വെച്ചു. അതോടെ ഒരു 10 വർഷം ഞാൻ ഔട്ടായിട്ട് നിലത്ത് നിൽക്കണമെന്ന് പറഞ്ഞാൽ എന്നെ ഇതൊന്നും ചെയ്യിപ്പിക്കരുതെന്നുള്ള വേറെ വിഭാഗം ആൾക്കാർ വന്നു, ജോസിനെ വെക്കരുതെന്ന്. അപ്പോൾ ഒരു 10 വർഷം അങ്ങനെ നഷ്ടപ്പെട്ടു. എന്നാലും എനിക്കില്ല. പക്ഷേ നമ്മളന്ന് അവർക്ക് വേണ്ടി ഒരു നല്ല ഒരു തൊഴിലാളികൾക്കൊക്കെ കൂലി കിട്ടണം അങ്ങനെയൊക്കെയുള്ള അതിന് ബാധിച്ചതാണ്. പക്ഷേ പിന്നീട് ഇവരൊക്കെ ഉയർന്നു വന്നപ്പോൾ ഇവർ വേറെ ലോകത്തേക്ക് പോയി എന്നും പറഞ്ഞാൽ നമുക്ക് അവരോട് സങ്കടമില്ല. അത് അവരുടെ വിധി, അവരുടെ കാര്യം. നമുക്ക് അവരോട് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ഇന്ന് ചങ്കിന് ചങ്ക് എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോഴും എല്ലാവരും സ്നേഹിക്കുകയാണ്. നമുക്ക് പ്രൊഡ്യൂസറും ഡയറക്ടറും. അപ്പോൾ ജോസേട്ടാ, നമുക്ക് നമ്മുടെ ഒരു പ്രൊജക്റ്റ് നമുക്ക് എന്തായാലും ഈ വർഷം ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഞാൻ നടക്കുന്നത്. അതിനിടയിൽ ഞാൻ ജോസേട്ടൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ജോസേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ ക്യാമറയുടെ മുന്നിലിരുന്നുകൊണ്ട് പറയുന്നത്, ജോസേട്ടൻ പറഞ്ഞപ്പോൾ എനിക്കൊരു പേര് ഓർമ്മ വന്നു. എൻ്റെ ഒരു ചെറിയൊരു ക്യാരക്ടർ ഉണ്ട്, അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയൊരു അവാർഡ് ഓറിയൻറ്റഡ് സബ്ജക്റ്റ് ചെയ്യണമെന്നുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റ് ആയിട്ടില്ല, അപ്പോൾ അതിൽ ഇരിക്കണേണ്. അതെന്തായാലും നമുക്കിത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ജോസേട്ടാ, എനിക്ക് തോന്നുന്നു ജോസേട്ടൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിൽ പറയാൻ ഇനി വിട്ടുപോയിട്ടുണ്ടോ ജോസേട്ടൻ? ഇല്ല, കുറേയൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. ഞാൻ ആദ്യമായിട്ടല്ലേ പറയണത്, എന്നാലും കുറേ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇനിയിപ്പോൾ വേറെ കാര്യമായിട്ട് എന്തെങ്കിലും പറയാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു. ഇനി ആർക്കെങ്കിലും ഇതിന്റെ ഇപ്പൊ പറഞ്ഞു എനിക്ക് 7 ആർട്സിന്റെ അവരോടൊക്കെ കടപ്പാടുണ്ടെന്ന് പറഞ്ഞു. വിജയകുമാർ സാറ് കൊണ്ടുവന്നാണ് ഇപ്പൊ വലിയ തിളങ്ങി എന്ന് വെച്ചാൽ 7 ആർട്സ് മോഹൻ എന്ന് പറഞ്ഞ പുള്ളി പടങ്ങൾ ചെയ്താണ്. പക്ഷെ ഇപ്പൊ പടങ്ങൾ കുറവായപ്പോ പല ആൾക്കാരും അദ്ദേഹത്തെ തഴഞ്ഞു. അപ്പൊ അയാളിലൊരു നല്ല കഴിവുള്ള ഒരു കോർഡിനേറ്ററാണ് പുള്ളി, ഒരു പ്രൊഡക്ഷൻ കൺട്രോളാണ്.
പക്ഷെ അത് നമ്മളെ പോലെയുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ വഴികളിൽ നല്ല പ്രവർത്തനമായിരുന്നു. അവർ സിനിമയെ സ്നേഹിച്ചു. പക്ഷെ കഷ്ടകാലം വരുമ്പോൾ സിനിമയിൽ പലരും കൈയൊഴിയും എന്ന് പറഞ്ഞാൽ അവരുമല്ല. പിന്നെ പുതിയ ലോകത്തേക്ക് വന്നവർ പല ട്രാക്ക് കൊണ്ടാണ് ഇവിടെ വന്നത്. അതിനൊന്നും നമ്മൾ അംഗീകരിക്കാൻ തീയല്ല. അവർ വരും ഒരു വലുവും പോലെ. അതിനൊക്കെ ചില അനുഭവങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പലരും ഭയങ്കര ഇത് വീർത്ത് വരും, അതുപോലെ തന്നെ പൊട്ടിയും പോകും. അപ്പോൾ അത് എനിക്ക് നഷ്ടപ്പെട്ട ഒരു ഇത് ചോദ്യം ഇപ്പം ഞാൻ നേരത്തെ ചോദിക്കണമെന്ന് വെച്ച കാര്യമാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു ഗസ്റ്റ് വന്നപ്പോൾ അതിൻ്റെ പുറകെ പോയതാണ്. ഇന്ന് മലയാള സിനിമയിൽ 100 കോടി നേടി, 200 കോടി നേടി, ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ട്? അതിനകത്തൊന്നും ഒരു സത്യമില്ല. ഈ ചാനലുകളും ഈ ഇതും ഹൈപ്പ് പറയുന്നതല്ലാതെ. അതുകൊണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം പുലിമുരുകൻ്റെ പ്രൊഡ്യൂസറിൻ്റെ അനുഭവം ഇങ്ങനെ പറഞ്ഞു. ആ പുള്ളി ഇപ്പം എവിടെയാണ് അവസ്ഥ? നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണല്ലോ. പുലിമുരുകൻ എന്ന് പറഞ്ഞാൽ ആ പുള്ളി 100 ക്ലബിലൊക്കെ നേടി എന്ന് പറഞ്ഞു. ആ പുള്ളിയുടെ അവസ്ഥ ഇപ്പം എന്താ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അയാൾ നല്ല മനുഷ്യൻ, സിനിമക്ക് വേണ്ടി ജീവിക്കാൻ. അങ്ങനെയുള്ളവരൊക്കെ ഒന്നും കാണണില്ല. സത്യം. കോടികൾ മുടക്കി ഇങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ബഡ്ജറ്റാണ്. സിനിമയിലൊരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞ സാധനം. ആ ബഡ്ജറ്റിനും ഒരു വീട് പണിയുമ്പോൾ ബഡ്ജറ്റ് ചിലപ്പോൾ കൂടാം, ഇരട്ടി കൂടി പിന്നെയും കൂടി വരുമ്പോൾ ആ പ്രൊഡ്യൂസർ ഇല്ലാതാക്കിയാണ് അങ്ങോട്ട്. ആ പടം വിജയിച്ചില്ലെങ്കിൽ ആ പ്രൊഡ്യൂസറിന്റെ വീടും വിൽക്കേണ്ടവരും എല്ലാം വിടും. ഞാൻ പറഞ്ഞാൽ ആ വീട് വിൽക്കാൻ പാടില്ല, പ്രൊഡ്യൂസർ നിലനിൽക്കണം. പ്രൊഡ്യൂസർ നിലനിന്നാലേ ഈ പ്രോജക്റ്റുകളൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എൻ്റെ മനസ്സൊക്കെ പ്രൊഡ്യൂസർമാർ സേഫായി പോകണം. ഒന്നും വേണ്ട, ഞാനെപ്പോഴും പറയുന്ന കാര്യമാണ്. നമുക്ക് ഒരു 50 പൈസയുടെ മുതൽ 50 പൈസയുടെ മുതലാണെങ്കിൽ 50 പൈസ അവരെ തിരിച്ച് കൊടുക്കാൻ സാധിക്കണം. മനസ്സിലാവണ്ടോ ജോസേറിന്? 1 രൂപക്ക് ഒരു സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ 1 രൂപയെങ്കിലും തിരിച്ച് അയാൾക്ക് കൊടുക്കണം. അല്ലെങ്കിൽ ആ 1 രൂപ ഒരു 5 പൈസയെങ്കിലും അയാൾക്ക് തിരിച്ച് 5 പൈസയെങ്കിലും ലാഭം കിട്ടണം. ഒരിക്കലും നഷ്ടമാക്കി കൊടുക്കരുതെന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു കാര്യം. ഇതാണ് നഷ്ടമായി. നമ്മൾ അയാൾക്ക് ആ 1 രൂപ തിരിച്ചു കൊടുക്കുമ്പോൾ അടുത്ത സിനിമക്ക് അതേ 1 രൂപ അയാൾ തിരിച്ചിരുന്നു. നമുക്ക് നീ വീണ്ടും ചെയ്തോ? ഇന്നിപ്പോ ഈ പറയുന്ന തള്ളും താങ്ങി വിട്ട് എത്ര മലയാള സിനിമയാണ്. ജോസേട്ടൻ തന്നെ പറയാം, എത്ര സിനിമകൾ ഇപ്പൊ ഈ 2026 റിലീസായ, പേരൊന്നും എടുത്ത് പറയണ്ട. ഇപ്പൊ 2026 ഈ ജനുവരി ഇന്ന് 26, 2026 ജനുവരി 26 നല്ല ഡേറ്റ്. ഈ ജനുവരി 26-ാം തീയതി വരെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എത്ര സിനിമകളിൽ ലാഭം വരുന്നുണ്ട്? ഒന്നുമില്ല. ഒരു കോടി വന്ന ഒരു 5 സിനിമ 8 സിനിമയൊക്കെ അതിൽ കൂടുതലൊന്നും ലാഭം വരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ പടങ്ങൾ തന്നെ എല്ലാം പോയല്ലോ. 10-15 കോടിയും 8 കോടിയൊക്കെ വെച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. അതിൻ്റെ എൻ്റെ അഭിപ്രായപ്പെട്ട സ്ക്രിപ്റ്റ് നല്ലതല്ല. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഐഡിയ ഉള്ള സ്ക്രിപ്റ്റ് ആണെങ്കിൽ വിജയിക്കും പടങ്ങൾ. ആർട്ടിസ്റ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റിംഗ് ഇതുകൊണ്ട് പടം വിജയിക്കും. പക്ഷേ സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ പഴയ പടങ്ങളിലെ കോപ്പി അടി ആയി കഴിഞ്ഞാൽ പടം വിജയിക്കില്ല. അത് കാണാനൊന്നും ആൾക്കാരിപ്പം ഇല്ല. പഴയ പടങ്ങളിലെ ഇതൊന്നും നമുക്കൊന്ന് റീതിങ്ക് ചെയ്യണമല്ല. നമ്മൾ വലിയ വലിയ നടന്മാരെ പുറകെ പോകാണ്ട് നമുക്ക് പുതിയ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട്, കഴിവുള്ളവരെ വെച്ചിട്ട് നമുക്ക് ബഡ്ജറ്റ് കുറച്ച് ചെയ്തുകൂടെ? ബാക്കി മാർക്കറ്റിംഗ് സൈഡ് നോക്കിയാൽ പോരെ? എന്തിനാണ് ഈ 3-4 കോടിയിലേക്ക് നമ്മൾ പോകേണ്ട കാര്യം ഇരിക്കുന്നത്? ഒരു ടീം വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി ഒരു കിലോമീറ്റർ നമുക്കൊരു ഭാരമുള്ള വണ്ടി ഒറ്റക്ക് തള്ളാൻ പറ്റുമോ? ഒരു 10 നമ്മളൊരു കൂട്ടായ്മ, ഒരു ടീമിനെ എല്ലാവരെയും വിളിച്ചിട്ട് നമ്മളൊന്ന് തള്ളണമെങ്കിൽ അതാണ് അത് അങ്ങനെ വേണം. അപ്പോൾ പ്രൊഡ്യൂസർ, ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ ഐക്യമായിട്ട് തന്നെ വരണം. ടെക്നീഷ്യന്മാരും നല്ലവർ ഐക്യമായിട്ട് വന്നാൽ ഈ ഇൻഡസ്ട്രി രക്ഷപ്പെടും. അതുപോലെ ഒരു പ്രൊഡ്യൂസർ വന്നവരെന്ന് പറഞ്ഞാൽ ഒരാളെ ഏൽപ്പിച്ചും കൊണ്ട്, അല്ലെങ്കിൽ ഒരു കല്യാണം നടത്തുമ്പോൾ ഒരാളുണ്ടാവുമല്ലോ, അയാളെ ഏൽപ്പിച്ചും കൊണ്ടുപോയാൽ ഒന്നും നടക്കില്ല. വീടിന് പൈസ അത് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ പറയുമ്പോൾ അതല്ല. പ്രൊഡ്യൂസറും കൂടി ആ ഡയറക്ടറും ഒക്കെ അതിൻ്റെ കണ്ണികളായിട്ട് തീരണം. എത്രയാണ് കൊടുത്തതെന്ന് ഇന്നത് ചോദിക്കുന്നില്ല. അതുകൊണ്ടാണ് പല വലിയ വലിയ ഇതുകൊണ്ട് സെറ്റ് ഇടുന്നതിന് എത്ര കോടി രൂപയാണ് അവിടെ വന്നത്. അവർ കാണുന്നില്ലത്. പടം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസറിൻ്റെ വീടും വിറ്റ് എല്ലാം വിറ്റാണ്. അതാണ് പ്രൊഡ്യൂസർമാരോടാണ് എനിക്ക് സങ്കടം. അവർ രക്ഷപ്പെടണം. അവർ രക്ഷപ്പെട്ടാലേ നമ്മളെ പോലെയുള്ളവർ 100 പേരുണ്ടെങ്കിൽ ഒരാളെങ്കിലും വിളിച്ച് പോയിന്റ് പ്രൊഡ്യൂസർമാരോടാണ് നമുക്ക് കടപ്പാടെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ജോസറിനെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ പ്രൊഡ്യൂസർമാരോട് കടപ്പെട്ടിരിക്കുന്നവരാണ്. നിങ്ങളെ സേഫ് ആക്കിയിട്ട് എങ്ങനെ ഒരു സിനിമയായിട്ട് മുന്നോട്ട് പോകാമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ജോസേട്ടാ, എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന്. ഞങ്ങൾക്ക് ജോസേട്ടനോട് ഒരുപാട് കടപ്പാടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റുഡിയോ ജോസേട്ടൻ വന്ന് ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന്, ഞങ്ങളെ സഹിച്ചിരുന്നതിന് ഞങ്ങളങ്ങോട്ടും എന്താ പറയുക കടപ്പെട്ടിരിക്കുന്നത്.
എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്റ്റുഡിയോനോ ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്റ്റുഡിയോയുടെ പേര് JC സ്റ്റുഡിയോ എന്നാണ്. അതെല്ലാവർക്കും പെട്ടെന്ന് മറന്നു പോകും. ആദ്യമായിട്ട് പറയും JC സ്റ്റുഡിയോ. ഡയറക്ടർ രന്യാണ്. അതെ അതെ. അപ്പോൾ ഇത്രയും നേരം വന്നിരുന്ന് ഈ JC സ്റ്റുഡിയോയിലെ എല്ലാ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, ക്യാമറമാൻ്റെ കൂടെയുള്ള അസിസ്റ്റന്റ് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇത് ഉയരട്ടെ, ഈ JC സ്റ്റുഡിയോൻ്റെ എല്ലാ ഉയർച്ചയും ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.